ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം യുവർ ഷമ്മാസ്. അപ്പോൾ ഗൈസ്, വെറുതെ CS BR കളിച്ച് ഒരുപാട് മൈനസ് ഇട്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ ഗിൽഡ് മേറ്റ്സ് രണ്ടാളും നമുക്ക് ഗിൽഡ് വാർ കളിച്ചാലോ എന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഗിൽഡ് വാർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫാക്ടറിയിലാണ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി സാൻഡിനോട്ടും ടോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എനിമിയും കാണുന്നില്ല. ഞാൻ ബിസോണും പെരാഫലും എടുത്തിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കണ്ണുണ്ടോ നോക്കിയിട്ട് നല്ല മേലെ കയറിയിട്ടുണ്ടായിരുന്നു. മേലെന്ന് കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരുത്തം നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 48 കൊടുത്തു. റെഡ് ഗൈസ് നോവേ, അവൻ ഓടുകയായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ഡാമേജ് വരാൻ നോക്കുന്നുണ്ട്. നെയ്ഡും ഇല്ല കയ്യിലൊന്നും, അതുകൊണ്ട് തന്നെ ഗ്ലൂ വാളും ഇല്ല. ഞാൻ പിന്നെ മെല്ലെ ബിസോൺ ഉണ്ടല്ലോ, നമ്മളെ കയ്യിൽ ബിസോൺ ഉള്ളതുകൊണ്ട് തന്നെ മെല്ലെ പോയി ഇറങ്ങി അവനെ അങ്ങ് തീർക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് അവൻ ആ സൈഡിലൊക്കെ വണ്ടി ഞാൻ മെല്ലെ മെഡിക്കറ്റ് അടിച്ചിട്ട് പോയി അടിക്കായിരുന്നു. പിന്നീട് മെല്ലെ ഓടി. അപ്പോൾ ഇതിന് അവൻ നല്ല രീതിയിൽ ഡാം വന്നു. പിന്നെ ഒരു 159 കൊടുത്ത് അവനങ്ങ് ഡൗൺ ആക്കിയിട്ട് പിന്നെ ആ കില്ലങ്ങ് കംപ്ലീറ്റ് ചെയ്ത്. അവൻ്റെ അടുത്താണ് A94 ഉണ്ട്. പിന്നെ പെരാഫിലുണ്ടാവും. പിന്നെ എന്തിനാ A94. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരു സാൻഡിന് അവിടെ ഉണ്ടായിരുന്നു. വേറെ എൻ്റെ അടുത്താണ് മെഡിക്കറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങിയാണ്ട് മെഡിക്കറ്റ് വല്ലതും ഉണ്ടാകുന്ന നോക്കാമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ മറ്റേ ഇത് നല്ല കൂണ് വെള്ള സാധനം ഉണ്ടല്ലോ, കൂണല്ലടാ, HP ഇതാകുന്ന അതെടുക്കാൻ കരുതി. പിന്നെ അത് എടുത്ത് നിന്നു. കുറച്ച് നേരം ഇതിൽ നിന്നിട്ട് മേലോട്ട് തന്നെ കയറാം. ഇനി കില്ലൊക്കെ കിട്ടിയോണ്ട് കുറച്ച് പ്ലസ് വാങ്ങാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെല്ലെ മേലോട്ട് കയറിക്കുമ്പോൾ ഇവിടെ ഒന്നും എനിമയും കാണുന്നില്ല. പിന്നെ വെറുതെ ഞാൻ കരുതി ഇവിടുന്ന് അടിക്ക് ചാടുന്നതാണോ അല്ലെങ്കിൽ ഇവിടെ അടി കയറിയാണ്ട് 2 കില്ലൊക്കെ എടുത്തിട്ട് പോവാ അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന എനിമീസിനൊക്കെ അടിച്ചിടാം. പിന്നെ എന്തേലൊക്കെ ഒന്ന് വിചാരിച്ച് ഞാൻ സാൻഡിനോട്ടുണ്ടായിരുന്നു അടിക്ക്. പിന്നെ അടിയിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇനി ഇവിടുന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മേലോട്ട് തന്നെ പോകും. പക്ഷേ മേലോട്ട് പോകാൻ എനിക്ക് തീരെ ആഗ്രഹമല്ല. പിന്നെ അവിടെ മാഗ് എടുക്കുന്നുണ്ട്. പിന്നെ മറ്റവൻ്റെ ലൂട്ടിൽ നിന്ന് മെഡിക്കറ്റ് എടുത്തിട്ട് ഞാൻ മെല്ലെ ഇവിടെ നിന്ന് പോയി അറിയാതിൻ്റെ കൈ തട്ടിയാണ്ട് സാൻഡിനും ആയി. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം മെല്ലെ പോയി വെറുതെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നു. മെല്ലെ അലേവൊക്കെ ഒരു 20 ആവട്ടെ എന്നിട്ട് ഇറങ്ങാമെന്നാണ് കരുതിയിരുന്നത്. പിന്നെ ഒറ്റ ചാട്ടൊക്കെ ചാടി ഒന്നും നോക്കിയില്ല. 23 അലേവുണ്ട്. പിന്നെ ഞാൻ മെഡൊക്കെ അടിച്ചു. എൻ്റെ അടുത്ത് 3 മെഡിക്കറ്റുണ്ട്. 2 മെഡൊക്കെ അടിച്ചിട്ട് പോകാൻ കരുതി. വണ്ടി എടുത്തിട്ട് എങ്ങോട്ടേലും പോയി 2-3 കില്ലൊക്കെ എടുക്കാൻ കരുതി. അപ്പം ഞാൻ ആകെ 1 കില്ലോ എടുത്തിട്ടുള്ളൂ. ഇവിടെ ടീംമേറ്റ്സൊക്കെ പറഞ്ഞ് ഇവിടെ എനിമിയൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയും കളക്ട് ചെയ്ത് മെല്ലെ ഒന്ന് പോയി നോക്കാം. ആകെ ഇവിടെ ആണെങ്കിൽ ഇത് കാണുന്നുണ്ട്. ഗൈസ്, ഇവിടെ നിന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കാർ എടുത്തിട്ട് നമുക്ക് മെല്ലെ പോയേക്കാം. അവന്മാരോ ഉണ്ടോ വിളിച്ചു. അവന്മാരും വന്നിട്ടില്ല. ഞാൻ പോയി അടിക്കാൻ കരുതി. അവിടെയാണെങ്കിൽ മറ്റേ പൊക്കലുണ്ടല്ലോ, ഈ പൊക്കലല്ലേ, ആ എയർ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതെടുക്കുന്നുണ്ട്. അവിടെ പോയി അടിക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ അത് തീരാനായിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം, അല്ല കില്ലും കിട്ടിയാലോ. അതുകൊണ്ട് എയർ ഡ്രോപ്പിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുകയാണേ. എയർ ഡ്രോപ്പിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം. അപ്പോൾ അതിന് എയർ ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോയിട്ടല്ല കാര്യമില്ല അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെയാണെങ്കിൽ പിന്നെ ഞാൻ ശ്രദ്ധിച്ച് നമ്മൾ പീക്കിലാണ് നിന്നിട്ടുള്ളതെന്ന്. പിന്നെ അപ്പോഴത്തേനും ഇവിടെ എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇതൊക്കെ നടക്കുമ്പോഴത്തേന് ഞാൻ മെല്ലെ ഇവിടെ സാൻഡിനായിട്ട് കാറ് നിർത്തി മെല്ലെ ലൂളൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ന്യൂബ് അതങ്ങനെ നിൽക്കുന്നു. 2 ആളുണ്ടായിരുന്നു. ഒരുത്തനെ ഹെഡ് എടുത്ത് വെക്കുന്നു, മറ്റവനെ ആണെങ്കിലും ഹെഡ് എടുത്ത്. 2-ന് 106, ഒരുത്തന് 106, പിന്നെ ബാക്കിയുള്ളവന് 100 എത്രയോ സംതിങ് കൊടുത്തിട്ടുണ്ട്. അവന് നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 3 കില്ല് എടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ വണ്ടി എടുത്ത് വേറെ എങ്ങോട്ടേലും പോവാം. 2 കില്ലും കൂടിയൊക്കെ എടുക്കാമായിരിച്ചു. 2 കില്ലെടുത്തതിൻ്റെ പവറിൽ ഞാൻ മെല്ലെ എങ്ങോട്ടേലും പോയി 1 കില്ലും കൂടിയൊക്കെ എടുക്കാൻ വിചാരിച്ചു. മെല്ലെ പോയി ഗ്ലൂ വാൾ പൊട്ടിച്ച് നോക്കി. അപ്പോൾ അതിന് സോഡ് എടുത്തിനെ കണ്ടു. അപ്പോൾ അടി പോയി അവനെ മേത്ത് വണ്ടി കിട്ടിയില്ല. പിന്നെ ഈ സോനെ കുത്തി പിടിച്ച് അവനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനിഷ് ചെയ്യാൻ നിന്നു. അവിടെ സപ്പോർട്ടിന് അവൻ്റെ ടീംമേറ്റ് വന്ന് അവനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ കിളി പോയി. എനിക്ക് വേണ്ടി അവൻ്റെ ടീംമേറ്റ് പോയി വന്ന് അവനെ പൊക്കി. ഇനി നമ്മളെ 2 ടീംമേറ്റ്സ് ഉണ്ടായിരുന്നു. ഓല് പൊക്കും അറിയില്ല. എന്തായാലും പൊക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാർ പൊക്കാൻ പോകുന്ന തോന്നുന്നത്. ഞാനാണെങ്കിൽ പിന്നെ സൗണ്ടും മ്യൂസിക്കും ഞാൻ നേരത്തെ സൗണ്ടൊന്ന് കുറച്ചിരുന്നു. ഒരുത്തനാണെങ്കിൽ ലോഞ്ച് പാഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റവനുണ്ട് ആസ്റ്റലിൽ പോയി പൊക്കുന്ന കരുതി. പിന്നെ ഗിൽഡിൽ ഒരുപാട് മെമ്പേഴ്സ് 20 മെമ്പേഴ്സോളം ഉണ്ട്. ബട്ട് ഗൈസ്, ഒരു പ്രോബ്ലം ഉണ്ട്. ഇവന്മാരൊന്നും ഗ്ലോറി അടിക്കുന്നില്ല. നാളെ ഒരുപാട് പേരെ കിക്കാക്കും. പിന്നെ ഒരുപാട് പേര് ആക്റ്റീവ് അല്ലാത്ത നിൽക്കണവരൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ കിക്ക് അടിക്കുന്നതാണ് നാളെ. പിന്നെ അവനെന്നെ റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ റിവൈവൽ, മറ്റേ റിവൈവലാണ്. നോർമൽ റിവൈവൽ ഉണ്ടല്ലോ,
ഞാൻ അടി കിട്ടിയവിടെ തന്നെ ഇറങ്ങാമെന്നാണ് കരുതിയിരുന്നത്. ഈ മേലെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ സാൻഡിനോട്ട് ഗില്ലെടുക്കാമെന്നാണ് കരുതിയിരുന്നത്. പിന്നെ ഇവിടെ ഇറങ്ങി എല്ലാ ഫാമസ് എടുത്തപ്പോഴത്തേനും ഒരുത്തം കയറി വന്നു. എൻ്റെ അടുത്താണെങ്കിൽ ഫാമസ് ആയിരുന്നു. അവൻ്റെ അടുത്ത് AK MP40 ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇറങ്ങിയ പടം മൂഞ്ചിട്ടുണ്ട്. ഇനി അവന്മാർ രണ്ടേ ഉള്ളൂ. ഇവനൊരുത്തനാണെങ്കിൽ ഇതെടുക്കുക, ഡ്രോപ്പ് എടുക്കുകയാണ്. മറ്റവനാണെങ്കിൽ മേലെ നിൽക്കുന്നുമുണ്ട്. ആരെയും വന്നടിച്ചാൽ എന്തായാലും ഗൈസ് എന്നെ പൊക്കമെന്ന് പറഞ്ഞിട്ടാണ്. ഇവൻ്റെ അടുത്ത് 400 കോയിനുണ്ട്, ഇവൻ്റെ അടുത്താണെങ്കിൽ കോയിനും ഇല്ല. ഇനി പോയി നോക്കാം. അപ്പോൾ തന്നെ മറ്റവനും ലോഞ്ച് പാഡ് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവന് ലോങ്ങൊന്ന് അടി കിട്ടുന്നുണ്ട്. ലോങ്ങൊന്ന് ഒരുപാട് പേര് അടിക്കുന്നുണ്ട് അവനെ. അപ്പോൾ തന്നെ ഇവന് കോയിൻ തരാൻ കുറേ പറയുന്നുണ്ട്. അവൻ്റെ മൈക്ക് ഓഫ് ആവുന്നുണ്ട്. ഓണിട്ട് തിന്നിട്ടില്ല. 400 കോയിൻ ഉണ്ട് അവൻ്റെ അടുത്ത്. ഇട്ടുന്നില്ല, ഇത് ഓഫാണ് തോന്നുന്നുണ്ട്. എന്തോ കളിക്കുകയാണ്. എന്തായാലും ഇനി എന്നെ പൊക്കാവന്മാർ എന്ത് ചെയ്യുന്നു പഠിച്ച റബ്ബിനെ അറിയാം. എന്തെങ്കിലുമൊക്കെ ആവുകയൊക്കെ മിക്കവാറും ഇപ്പോൾ ചാവാനാണ് സാധ്യത കൂടുതലാണ്. ഇവനാണെ ഇങ്ങനെ എനിമിയെ നോക്കി നടക്കുകയാണ്. അപ്പോൾ നമ്മളെ ചെക്കൻ ഗ്രോസ് എക്സ് എടുത്ത് ആസ്ട്രേലിയ ഗ്രോസ് എക്സ് എടുത്ത് പോകുന്നുണ്ട്. നല്ലതും ആവുമെന്ന് അറിയില്ല. ആസ്ട്രേലിയ മെല്ലെ പോയി എനിമീനെ അടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളെ ബോസ് കൊമ്പൻ നോക്കായിട്ടുണ്ടായിരുന്നു. ബോസ് കൊമ്പനെ പൊക്കാൻ നോക്കി. ഇവിടെ നടന്നില്ല. ബട്ട് ഗൈസ് എന്താ സംഭവിച്ചറിയില്ല. അവൻ്റെ ഇപ്പോൾ ആകെ 100 കോയിനുള്ളൂ. അതെന്താന്ന് അറിയണമല്ലുണ്ടായി കമൻറ്റ് ചെയ്യുക. അങ്ങനെ 100 കോയിനായെന്ന്. സാധാരണ 400 കോയിൻ ഉണ്ടായി. അവൻ്റെ അടുത്ത് 400 കോയിൻ ഉണ്ടായിരുന്നു. പ്ലീസ് 100 കോയിനെ കിട്ടിയുള്ളൂ ചത്തപ്പം. പിന്നെ നമ്മുടെ ടീംമേറ്റാണ് സാൻഡ് ഇട്ടുകയാണ്. ഞാൻ പറഞ്ഞു നീ പോയി സോളർ റിവൈവൽ എടുത്തോ, അത് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സെക്കൻഡ് സോളർ റിവൈവൽ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓനാണെങ്കിൽ മെല്ലെ പോയി പൊക്കാൻ പോയിരുന്നു. ഇടയ്ക്ക് പൊക്കിയ ചാൻ സാധ്യത കൂടുതൽ. അപ്പോൾ തന്നെ ഇവന്മാരൊക്കെ മറ്റേ സാധനമല്ലോ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഇതുണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നിട്ടുണ്ട്. എന്തായാലും നമ്മളെ ചെക്കൻ സോളർ റിവൈവൽ എടുത്ത് മേലെ കയറിയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് മാഗും ഗ്രോസ് എക്സും ഉണ്ട്. പിന്നെ മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ ആ ഫയർ ഗണ്ണും ഉണ്ടായിരുന്നു. ഇനി സോം പൊക്കിയിട്ട് വേണം ഇറങ്ങാൻ എവിടെയെങ്കിലും. ഞാനിപ്പോൾ കരുതുന്നത് ഏതെങ്കിലും ടോപ്പിൽ ഇറങ്ങുന്നതല്ലേ. ഇത് അടിയിൽ ഇറങ്ങിയാൽ നമ്മൾ ഇനി കളിക്കും. ഒരുപാട് പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഫുള്ള് ഗിൽഡ് വാറിനായിരുന്നു. ഗിൽഡ് വാർ കളിക്കുമ്പോൾ മുഴുവൻ ഹാക്കേഴ്സ് ആയിരുന്നു ഗിൽഡ് വാറിൽ. അങ്ങനെ നൈസ്. ഇപ്പം ഞാൻ ഹാക്കേഴ്സിനൊന്നും അങ്ങനെ ഒന്നിന് ഏകദേശം ബൗദ്ധികമുക്കാലായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി ആയാൽ മതി. എനിമീസാണ് അടിയിൽ തിരയുന്നുണ്ടാവും. ഞാനൊക്കെയാണ് എനിമി ഉണ്ടെങ്കിൽ എവിടെ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് കയറി വന്ന് അവനെ കൊന്നിട്ടുണ്ടാവും. എനിമീസൊക്കെ അടിയിൽ തിരയുന്നുണ്ടാവും. അവന് അടിയിലാണെന്ന് കരുതിയാണ്ട് തിരയുന്നുണ്ടാവും. എന്തായാലും ഇത്തിരിയും കൂടെ ഉള്ളൂ. ഞാൻ ആ മറ്റേ ടവർ ഉണ്ടല്ലോ അതിന് മേലെ ഇറങ്ങാമെന്നാണ് കരുതിയിട്ടുള്ളത്. എന്തായാലും ആവും പഠിച്ച റബ്ബിനറിയാം. അപ്പോഴത്തേന് ആരെ വന്ന് അപ്പോൾ നമ്മളെന്തായാലും റിവൈവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടവറിൻ്റെ മേലെ ഇറങ്ങാം. നമ്മളുടെ സൂപ്പർ റിവൈവലാണല്ലോ മറ്റേതായതുകൊണ്ട് തന്നെ. ഇത് ഈ ടവറിൻ്റെ മേലെ ഇറങ്ങാമെന്ന് കരുതി. ആദ്യം ഇതിവിടെ പ്ലാനില്ല, ഞാൻ ഇവിടെ തന്നെ ഇറങ്ങാം. അവൻ നിൽക്കുന്നിടത്ത് ഇറങ്ങാൻ അവൻ പറഞ്ഞോട്. എനിക്കൊരു മനസ്സുഖത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ മുഴുവൻ എനിമീസ് ഉണ്ടായിരുന്നു. എന്തായാലും എനിമി വല്ലതും ഉണ്ടോ നോക്കാം. അപ്പോഴത്തേന് സോമാർക്കൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട്. ഞാൻ പിന്നെ മെല്ലെ സാൻഡിനിട്ട് അടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ കിട്ടിയൊരു MP40 എടുത്ത് മേലെ കയറാൻ കരുതി. പിന്നെ ലോങ് റേഞ്ച് അടിക്കാൻ വല്ലതും വേണ്ടേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ ടോംസനും ടോംസൺ എനിക്ക് ആവശ്യമില്ല. ബട്ട് ഗൈസ് ഇവിടെ ബുള്ളറ്റ് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കിങ് ഫിഷറിൻ്റെ ഇതില്ല, ആവശ്യമില്ല. പരാഫലിൻ്റെ കുറച്ച് ബുള്ളറ്റും പരാഫലും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോങ്ങിൽ നിന്ന് നമ്മളെ ചെക്കന്മാരെ ആരൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് ഒരുത്തനെ മെല്ലെ തൊട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഗൈസ് ആ ടീം അങ്ങ് വൈപ്പായിരുന്നു. ഇപ്പം ഞാൻ ഏകദേശം 4 കില്ലെടുത്ത് ഗൈസ്. അപ്പോഴത്തേന് ഇവിടെ എനിക്ക് മനസ്സിലായി ഇവിടെ മുഴുവൻ എനിമീസാണ്. പീക്കിലല്ലേ, പീക്കിൽ പിന്നെ എങ്ങനെ ഉണ്ടല്ലാതിരിക്കുക. അപ്പോഴത്തേന് അവിടെ നല്ല അടി നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മെല്ലെ പരാഫിലെടുത്ത് അടിക്കാമെന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഒരുത്തനെ ആരെയും കണ്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ബുള്ളറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ അടിക്കാൻ പറ്റിയില്ല. മെല്ലെ സാൻഡിനോട്ട് ഇറങ്ങണം. അതിന് സാൻഡിനോ ആവണ്ടേ, കുറച്ചും കൂടി ആവണ്ടേ സാൻഡിനോ. ഇനി P90 പിടിച്ചിരിക്കുക. പിന്നെ സാൻഡിനോട്ട് മെല്ലെ ഒന്ന് അടിക്ക് ചാടിയതായിരുന്നു. ഇവിടെ എനിമി ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഞാൻ ബുള്ളറ്റ് എടുത്തിട്ട് വന്നിട്ട് അവന്മാരാരെയും ലോങ് ഒന്നും അടിച്ചുമില്ല. പിന്നെ നമ്മൾ ബുള്ളറ്റ് എടുത്ത് വന്നിട്ടില്ലേ. പിന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യുക.
നമ്മൾ കഴിയുന്ന രീതിയിൽ ഇനി ചിലപ്പോൾ സെക്കൻഡ് ഗിൽഡ് തുടങ്ങുന്നതാണ്. ഫസ്റ്റ് ഗിൽഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിൽഡ് തുടങ്ങുന്നതാണ്. പിന്നെ അവന്മാർ രണ്ടും ചത്തുകൊണ്ട് തന്നെ ഞാൻ സോളോ റിവ്യൂവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ഒരുത്തനെ കണ്ടു. അവനെ പോകുമ്പോഴത്തേന് എനിക്ക് അവിടെ നിന്ന് ആരോ എന്നെ അടിക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്കും സോണും വന്ന് നമ്മളെ ചതിച്ചു. സോണില്ല കുഴപ്പമില്ലായിരുന്നു. ഈ സോണ് വന്ന് പിന്നെ മെഡ് അടിക്കുമ്പോഴത്തേന് നമ്മൾ സോണി അയച്ചിട്ടുണ്ടായിരുന്നു. സോണ് പെട്ടെന്ന് എന്തായാലും ചത്തിട്ടുണ്ട്. എന്തായാലും ഓൻ്റെ കൈക്കൊണ്ട് അയച്ചില്ല, ചത്ത്. എവിടെ നിന്ന് അടിച്ചോ അറിയില്ല, അവനല്ലല്ലോ ആകുന്നത്. ചിലപ്പോൾ ഏതിൻ്റെയും ടോപ്പിൽ നിന്ന് അടിക്കുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾക്ക് അത്യാവശ്യം പ്ലസ് കിട്ടിയിട്ടുണ്ട്. 106 പ്ലസ് എങ്ങാനും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.